വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ +2 റിസൾട്ടിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ പേര് ഈ വീഡിയോ കാണുന്നത്. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, +2 കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഡിഗ്രി ചെയ്യണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നവരായിരിക്കും മിക്കവരും അങ്ങനെ തന്നെയാണ്. റിസൾട്ട് വന്ന് എത്ര % ഉണ്ട് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം എന്ത് കോഴ്സിലോട്ട് പോകണം എന്നുള്ളത്. അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ റിസൾട്ട് വന്നിട്ട് കാണുന്നവരായാലും മുന്നേ കാണുന്നവരായാലും ACCA അല്ലെങ്കിൽ CMA ന്യൂവേഴ്സോ ഒക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഔട്ട്ലൈനാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ACC എന്താണ്, ACC എത്ര വർഷമാണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, അത് കഴിഞ്ഞിട്ടുള്ള ACC പഠിച്ചാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നമുക്ക് നോർമൽ ഒരാളെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണോ, പാടാണോ, ടഫാണോ, ഈസി ആണോ എന്നൊക്കെയുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. പിന്നെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, നല്ല ഫീസ് ആകുമോ എന്നൊക്കെയുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ എത്ര കൺട്രീസിലാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ACCAയുടേതും അതുപോലെ തന്നെ CMAയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് എത്ര കൺട്രീസിലാണ് വാലിഡ് ആയിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ACCയും CMA ഒക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്സിനും കൂടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് CMA പറ്റിയിട്ട് നോക്കാം. CMA ഇൻ US എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ഫോം നമുക്കറിയാം, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. ഓക്കെ, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. സർട്ടിഫൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, സർട്ടിഫിക്കറ്റ്. ഓക്കെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണ് നമ്മൾ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ CMA എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയോ അതിൻ്റെ അണ്ടറിലൊന്നും നമ്മൾ പഠിക്കുന്നതല്ല. എന്നിട്ട് അണ്ടറിൽ പഠിക്കുന്നതാണ് നമ്മളൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു അക്കാഡമിയുടെ കീഴിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ ഈ CMA US ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം US ബേസ്ഡ് ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എല്ലാ കൺട്രീസിലും വാല്യൂ ഉള്ള ഒരു അക്കാഡമിയുടെ കീഴിലായിരിക്കും നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ എക്സാമൊക്കെ ആരുടെ കീഴിലായിരിക്കും, ഈ ഒരു അക്കൗണ്ടിൻ്റെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിൻ്റെ കീഴിലായിരിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിൻ്റെ അല്ല, ഗ്ലോബലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലായിരിക്കും നമ്മുടെ CMA എക്സാമൊക്കെ വരുന്നത്. ഓക്കെ, 1 മുതൽ 2 വർഷം വരെയാണ് എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഒരിക്കൽ 2 വർഷം ഫുൾ എടുക്കത്തില്ല, ഒരു 12 മാസത്തിനും 18 മാസത്തിനും ഇടയ്ക്ക്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പേ എടുക്കത്തുള്ളൂ. 2 വർഷം നമ്മൾ ഫുള്ള് എടുക്കത്തില്ല, ഒരു 12-18 മാസത്തിനിടയ്ക്കാണ് എടുക്കുന്നത്. ഇതിന് വന്നിട്ട് 2 എക്സാമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു 12 മാസം കൊണ്ട് നമ്മൾ 2 എക്സാം എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്വാളിഫിക്കേഷൻ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. ക്വാളിഫിക്കേഷൻ ഈ ഒരു CMA പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത്. CMA പഠിക്കാനായിട്ട് നമുക്ക് +2 മതി. ഓക്കെ, നമ്മൾ +2 കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റായിട്ട് CMA പഠിക്കാനായിട്ട് പോകാവുന്നതാണ്. ബട്ട് നമുക്ക് CMA പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ CMA ജോബ് പാസ്സാവും, എക്സാം പാസ്സായി നമ്മളൊരു CMAക്കാരനോ കാര്യമൊക്കെ ആവും. ഓക്കെ, പക്ഷെ നമുക്ക് എന്തല്ല സർട്ടിഫൈഡ് അക്കൗണ്ടൻ്റ് ആവത്തില്ല. ഓക്കെ, നമുക്ക് അതിനുള്ള CMAക്കുള്ള സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. എപ്പോൾ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ, +2 കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റായിട്ട് CMAക്ക് പോകാവുന്നതാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല, സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. നമ്മൾ ഡിഗ്രിയും കൂടി ഇട്ട് കംപ്ലീറ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ. നമ്മൾ നോർമലി നമ്മുടെ കൊമേഴ്സ് എടുത്തിട്ട് എല്ലാവരും പോകുന്നത് എന്തിനാണ്, BComനോ അല്ലെങ്കിൽ BBAക്കോ ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും കൂടിയിട്ട് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു CMAയുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈ കിട്ടും, നമ്മളൊരു സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആവുന്നത്. അല്ലാണ്ട് ചുമ്മാ നമുക്ക് ഈ ഒരു 2 എക്സാം എഴുതിയെന്നും പറഞ്ഞ് കിട്ടത്തില്ല. നമുക്ക് ആ ഒരു എക്സാം എഴുതി ആ ഒരു ബേസിൽ, എക്സാം എഴുതിയതിൻ്റെ ബേസിൽ അതിൽ കിട്ടുന്ന അതിലെ ബേസിൽ നമുക്ക് ജോലിക്കൊക്കെ കയറാവുന്നതാണ്. പക്ഷെ നമ്മളൊരു കറക്റ്റ് ഒരു CMA സർട്ടിഫിക്കറ്റോടുകൂടിയുള്ള CMA ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡിഗ്രിയും കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
ഓക്കെ. അപ്പോൾ 2 എക്സാമാണ് വരുന്നത്. 2 എക്സാം വളരെ ഈസി ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് CAയും ACCA സംബന്ധിച്ച് CMA കുറച്ചും കൂടിയിട്ട് ഈസിയാണ്. ഈ CMA എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് 150 കൺട്രീസിൽ ഇത് വാലിഡാണ്. ഈ ഒരു CMAയുടെ സർട്ടിഫിക്കറ്റ് 150 കൺട്രീസിലാണ് വാലിഡിറ്റി വരുന്നത്. ഈ CMA ഇന്ത്യ ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് എല്ലാ കൺട്രീസിലും വാലിഡിറ്റി വരുന്നില്ല. നിങ്ങൾ CMA പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് CMA US തന്നെ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഈ CMA പഠിച്ചിട്ട് നമ്മുടെ കേരളത്തിനേക്കാളും കൂടുതലും നമുക്ക് പുറത്തോട്ടുള്ള രാജ്യങ്ങളിലാണ് കൂടുതലും ഈ CMAക്ക് വാലിഡിറ്റി വരണം. നമുക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു വാലിഡിറ്റി അല്ല നമുക്ക് പുറത്ത് ഈ ഒരു CMA എന്ന് പറയുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂ അല്ല. നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ പല കമ്പനീസിലും നമ്മൾ CMA സർട്ടിഫിക്കറ്റും കൊണ്ടുപോയാലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വാല്യൂ നമുക്ക് കിട്ടാറില്ല. പക്ഷേ നമ്മൾ പുറത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ CMAയുടെ സർട്ടിഫിക്കറ്റും കൊണ്ട് പുറത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ വാല്യൂ, നല്ല സാലറി ഉള്ള ജോബ് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇതിൽ എത്ര ജോബ്സാണ്, ഏതൊക്കെ ജോബ് പൊസിഷനിലോട്ടാണ് നമ്മൾ ഒരു CMAക്കാരന് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, പിന്നെ ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് ഇൻറ്റേർണൽ ഓഡിറ്റർ, ദെൻ മാനേജിംഗ് ഡയറക്ടർ, സീനിയർ അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് കൺട്രോളർ, ഫിനാൻഷ്യൽ കൺട്രോളർ, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയും പോസ്റ്റിലേക്കാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ CMAക്കാരന് ഇത് വരുന്നത്. പിന്നെ നമുക്ക് അല്ലാതെ കമ്പനീസിലൊക്കെ ജോലിയൊക്കെ കിട്ടുന്നതാണ്. CMA എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തോട്ട് പോയാലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഈ ഒരു CMA സർട്ടിഫിക്കറ്റിന് വരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ പലവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും CMAക്ക് വാലിഡിറ്റി ഇല്ല, എപ്പോഴും CMA പഠിച്ചിട്ടും ജോലി കിട്ടാതെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ CMA കംപ്ലീറ്റ് ചെയ്യാതെ സർട്ടിഫൈഡ് ആവാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താലായിരിക്കാം. കാരണം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും അക്കാഡമിയുടെ നമുക്കിപ്പോൾ നോർമൽ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലൊന്നും പോയി പഠിക്കാൻ പറ്റത്തില്ല അത്. അപ്പോൾ അക്കാഡമിയിലാണോ പഠിക്കുന്നത്, അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം, അവിടുത്തെ എന്താണ് അഫിലിയേഷനും അവിടുത്തെ ആ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ACCയെ പറ്റിയിട്ട് ജസ്റ്റ് നോക്കാം. ACCA എന്ന് പറയുമ്പോഴത്തേക്കും അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻറ്റ്സ്. നിങ്ങൾ ഒരുപാട് പേര് CAക്ക് പോകാറുണ്ട് അല്ലേ, +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് CAക്ക് പോകാറുണ്ട്. പക്ഷെ നമുക്ക് പലവർക്കും CA കിട്ടത്തില്ല. ഒരു പേപ്പർ ചിലപ്പോൾ എല്ലാം പാസ്സാവും, ബാക്കി ഒരു പേപ്പർ എങ്ങാണ് പോകും. എത്ര എഴുതിയാലും ആ ഒരു പേപ്പർ കിട്ടത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ CA എഴുതിയിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ CA പഠിക്കാൻ പാടായിരിക്കും എന്നൊക്കെ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ എങ്ങോട്ട് പോകുന്നത്, ACCAയിലേക്കും CMAക്കിലേക്കും. അതുപോലെ വേറൊന്നാണ് CS എന്ന് പറയുന്നത്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. നമുക്ക് ACCയും CMA മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ACCA എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതും കൂടുതൽ വാലിഡിറ്റി വരുന്നത് പുറത്തുള്ള കൺട്രീസിൽ തന്നെയാണ്. നമുക്ക് 10 കഴിഞ്ഞിട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ. 10 കഴിഞ്ഞിട്ടും അതുപോലെ +2 കഴിഞ്ഞിട്ടും പോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വളരെ കുഴപ്പമൊന്നുമില്ലാതെ നേരിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു ജോബ് തന്നെയാണ് ACCA എന്ന് പറയുമ്പോഴത്തേക്കും. CMAക്കാരും കുറച്ചും കൂടി ടഫാണ്. ACCA എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടഫാണ്. പിന്നെ വരുന്നത് 180 കൺട്രീസിലാണ്. നമ്മുടെ അവിടെ 150 കൺട്രീസ് എന്ന് പറഞ്ഞു. ഇത് 180 കൺട്രീസിലാണ് ഈ ഒരു ACCAയുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ളത്. 2 മുതൽ 3 വർഷമാണ് ACCA പഠിക്കാനായിട്ട് വേണ്ടത്. ഓക്കെ. 2 മുതൽ 3 വർഷമാണ് നമുക്ക് ACCA പഠിക്കാൻ വേണ്ട. അപ്പം ACCAക്ക് 3 എക്സാമാണ് വരുന്നത്. ആ 3 എക്സാമാണ് അപ്ലൈഡ് നോളജ് ലെവൽ, അപ്ലൈഡ് സ്കിൽ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് 3 എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ACCA പഠിച്ചു കഴിഞ്ഞുള്ള പൊസിഷൻസ് ഇതൊക്കെയാണ്: ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, കോർപ്പറേറ്റ് കൺട്രോളർ, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, അക്കൗണ്ടിംഗ് മാനേജർ, ദെൻ സ്റ്റാഫ് ആൻഡ് സീനിയർ അക്കൗണ്ടൻറ്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ദെൻ എന്താണ് വരുന്നത് മാനേജിങ് അക്കൗണ്ടൻറ്റ്, ടാക്സ് അക്കൗണ്ടൻറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് വേക്കൻസീസാണ്, ഒരുപാട് ജോബ് വേക്കൻസിയിലായിരിക്കും നമുക്ക് പോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിസിഷനാണ്. ഞാൻ ഒരിക്കലും ഒരു ACC ആണ് ബെറ്റർ, അല്ലെങ്കിൽ CMA ആണ് ബെറ്റർ, അല്ലെങ്കിൽ CA ആണ് ബെറ്റർ എന്നൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് പോവുക. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ എന്നോട് ഇപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ അറിയാമെന്നുള്ള ആരെങ്കിലും ചോദിക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് മാക്സിമം CAക്കും ACCAക്കും ഒക്കെ പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. എല്ലാവർക്കും അറിയാമായിരിക്കും CAക്ക് 6 പേപ്പറാണ് വരുന്നത്. 3 വർഷത്തെ കോഴ്സാണ്. 6 പേപ്പറാണ് CAക്ക് വരുന്നത്. നമ്മളിപ്പോൾ BComോ BBA ഒക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 6 പേപ്പർ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. 2 പേപ്പർ എഴുതേണ്ട, 4 പേപ്പർ എഴുതിയാൽ മതിയാവും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്തിൽ വരുന്നത്, CAയിൽ വരുന്നത്.
അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സി എക്ക് ഒരുപാട് പേര് ബാക്ക് പോകുന്നുണ്ടല്ലേ. നമുക്ക് സി എ പഠിക്കാമെന്ന് പറഞ്ഞിരുന്നിട്ടും ആരെങ്കിലും ഒരാൾ ഫെയിലായി പോകുന്നുണ്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സി എ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ആവശ്യമില്ല. എല്ലാവരെയും കൊണ്ട് പറ്റുന്ന കാര്യം തന്നെയാണ് സി എ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഫീസ് സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞില്ല. ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ഫീസ് വരുന്നുണ്ട് നമ്മൾ നോർമലി. കാരണം നമുക്കൊരു സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ജോബ് കിട്ടുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഫീസസ് ഒക്കെ ഉണ്ട്. നോർമലി നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളൊരു നോർമൽ പീപ്പിളിനെ കൊണ്ട് മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ അതുപോലെ ഇരിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും എവിടെയാണോ അഡ്മിഷന് വേണ്ടിയിട്ട് പോകുന്നത്, ACCA ആവട്ടെ CA ആവട്ടെ, എന്താണ് സർട്ടിഫൈഡ് ആണോ, അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറൊക്കെ നോക്കിയിട്ടൊക്കെ വേണം പോകാനായിട്ട്. നമ്മൾ നോർമലി കോളേജസിലെ പോലെയല്ല, ഫീസൊക്കെ കറക്റ്റായിട്ട് പേ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ACC ആവട്ടെ CA ആവട്ടെ നമുക്ക് ഓൺലൈനായിട്ടും പഠിക്കാനായിട്ട് പറ്റും. എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ നോർമലി ഏതെങ്കിലും ഡിഗ്രിക്ക് ഒപ്പം പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ BCOമോ BBA എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു BCOമോ BBA നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഈ ഒരു നമ്മുടെ ACCയോ CMA ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ACCയോ CMAയുടെ സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ചിന്തിച്ച് ചെയ്യാനായിട്ട് നോക്കുക. ACC ആയാലും CA ആയാലും 2 ബെറ്റർ തന്നെ, CMA ആയാലും 2 ബെറ്റർ തന്നെയാണ്. CMA USA തന്നെ മാക്സിമം പഠിക്കാൻ നോക്കുക. ഇന്ത്യ അത്ര ബെറ്റർ, എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ CMA USA ഇന്ത്യ അത്ര ബെറ്റർ അല്ല. CMAയും USA തന്നെ പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ CMA പറ്റിയിട്ടോ ACCയെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിഗ്രി അതുപോലെ തന്നെ ഡിഗ്രി ഡിഗ്രിയോടൊപ്പം ചെയ്യുന്നവരുണ്ട്. ഈ അക്കാഡമീസൊക്കെ നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് അക്കാഡമീസ് ഉണ്ട്. അപ്പോൾ അവരെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡിഗ്രിയുടെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BCom വിത്ത് CMA അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിഗ്രി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ MCom വിത്ത് CMA അല്ലെങ്കിൽ MBA വിത്ത് CMA അല്ലെങ്കിൽ BBA വിത്ത് CMA അതുപോലെ തന്നെ ACC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ BCom വിത്ത് ACCA MCom വിത്ത് ACCA ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഡയറക്റ്റ് ഡിഗ്രിക്ക് പോയാൽ മതി എന്നുള്ളവർക്കാണെങ്കിൽ അതും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. BCom എന്ന് പറയുമ്പോഴത്തേക്കും BCom ആയാലും BBA ആയാലും എല്ലാം ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.